എൻ്റെ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ബാങ്ക് രേഖകൾ പുറത്തുവിട്ട വി കുഞ്ഞികൃഷ്ണൻ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി സ്വന്തം പേരിലാക്കി എന്നതാണ് ആരോപണം. പണം ഭവന നിർമ്മാണത്തിന് ചിലവഴിച്ചുവെന്ന് കള്ളരേഖ പിന്നീടുണ്ടാക്കി. CPM പ്രതിരോധത്തെ പൊളിക്കുന്ന രേഖകളാണ് പുറത്തുവിടുന്നത്. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നു. CK വിജയനാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. വിജയൻ, ഈ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് CPM സംബന്ധിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒന്നാണ്. ചിലതൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ട രേഖകൾ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി സ്വന്തം പേരിലാക്കി എന്നതിന്റെ ബാങ്ക് രേഖകൾ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അതിനെ പ്രതിരോധിക്കാൻ CPM കഴിയുമോ? രതീഷ്, നേരത്തെ മുതൽ തന്നെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ വിശദാംശങ്ങളുടെ തെളിവാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയുടെ തിരിമറി നടത്തി സ്വന്തം പേരിലേക്ക് മാറ്റി എന്ന കാര്യം. അതിൻ്റെ ബാങ്ക് രേഖകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ വ്യക്തമാക്കിയതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ കണക്കുകൾ ആയിരുന്നു ചേർത്തത്. പക്ഷേ ഇപ്പോൾ ബാങ്ക് രേഖ അതുപോലെ, അതായത് ഒരു പക്ഷേ ഇത് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ എന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് മുൻപാകെ അദ്ദേഹം സമർപ്പിക്കുന്ന രേഖയാണിത്. ഈ രേഖ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം പല സ്ഥലങ്ങളിലായി പല വ്യക്തികളിലേക്കായി ഇത് പ്രചരിപ്പിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഇത് തെരഞ്ഞെടുപ്പിനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കാരണം ഇത് നിഷേധിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. എന്നാൽ ഈ ഫണ്ട് എന്തിനു വിനിയോഗിച്ചു എന്നുള്ളിടത്തേക്ക് ചിലപ്പോൾ വിശദീകരണം പാർട്ടി നൽകും. അത് TI മധുസൂദനൻ സ്വന്തം പേരിലേക്ക് മാറ്റിയെങ്കിൽ കൂടിയും അത് മറ്റ് ആവശ്യങ്ങൾക്കാണ്, പാർട്ടി ആവശ്യങ്ങൾക്കാണ്, കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത് എന്ന് വേണമെങ്കിൽ CPMന് അതിന് മറുപടി നൽകാം. പക്ഷേ ഈ രേഖ തള്ളിക്കളയാനാകില്ല. അതാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബലവും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ മാതൃഭൂമിയുടെ ഈ ചർച്ചയ്ക്കിടയിലും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ തെളിവുകൾ എന്തേ പുറത്തുവിടാത്തത് എന്ന കാര്യം, കണക്കുകൾ എന്തേ പുറത്തുവിടാത്തത് എന്ന കാര്യം അവിടെ സത്യപാൽ എന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി മെമ്പർക്ക് മുമ്പാകെ ചോദ്യങ്ങൾ വന്നിരുന്നു. അത് പാർട്ടി അണികളെ മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രേഖകൾ പുറത്തുവിടുന്നത്. ഈ രേഖകൾ ഒറിജിനൽ രേഖകളാണ്, ബാങ്ക് രേഖകളാണ്, നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ്. അതുകൊണ്ട് എന്തു മറുപടി പറഞ്ഞതിന് പ്രതിരോധിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ നേരത്തെ തന്നെ പാർട്ടി സ്വീകരിച്ചൊരു ഔദ്യോഗിക ലൈനാണ്. ഇപ്പോൾ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെ അക്കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഈ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പാർട്ടിയുടെ പ്രാദേശിക നേതാവിൻ്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുക എന്ന് പറയുമ്പോൾ അതൊരു വകമാറ്റലല്ലേ? അക്കാര്യത്തിൽ അങ്ങനെ ഒരു വിശദീകരണം, പ്രതിരോധം അതിനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പ്രചാരണം എൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. ഒരു ബാലികേറ മലയാണ് UDFനെ സംബന്ധിച്ച് ആ നിയമസഭാ മണ്ഡലം. എങ്കിലും ഇപ്പോൾ അത് ഒരു അലയലി ഉണ്ടാക്കില്ലേ വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ തുടർച്ചയായി? രതീഷ്, അത് അക്കാര്യം ഉറപ്പാണ്. എത്ര തന്നെ ആവർത്തിച്ചു പറഞ്ഞാലും, എത്ര തവണ തന്നെ ബോധ്യപ്പെടുത്തി എന്ന് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തിലൂടെ വ്യക്തമായതാണ്. ഇപ്പോൾ ഈ തെളിവുകളിലൂടെ ഒന്നുകൂടി വ്യക്തമാകുന്നു. കാരണം പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ച പണത്തിൻ്റെ കണക്കുകൾ പാർട്ടി അണികളെയും ബന്ധുക്കളെയും മാത്രം ബോധ്യപ്പെടുത്തിയാൽ പോരാ, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് കാര്യം. സാധാരണ രീതിയിൽ പാർട്ടി ഫണ്ട് പിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് ചെയ്യാറ്. പാർട്ടി ഘടകങ്ങളിൽ അത് അറിയിക്കും. അതിനുശേഷം അത് ആർക്കെങ്കിലും പരിശോധിക്കണമെങ്കിൽ ആ പരിശോധിക്കാനുള്ള അവസരവും ഉണ്ടാകും. അത് ഞാനിപ്പോൾ ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ 1000 രൂപ അക്കൗണ്ടിലുണ്ടോ, ആ കൊടുത്ത പട്ടികയിലുണ്ടോ എന്ന് വേണമെങ്കിൽ പരിശോധിക്കാനുള്ള സംവിധാനം CPMനകത്തുണ്ട്. അതൊരു പബ്ലിക് ഫണ്ടാണ് കളക്ട് ചെയ്യുന്നത് എങ്കിൽ, അല്ലാതെ പാർട്ടിക്കകത്ത് നിന്നാണ് പിരിച്ചത്, പാർട്ടി മെമ്പറിൽ നിന്നാണ് പിരിച്ചതെങ്കിൽ അത് പാർട്ടി ഘടകത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. അതുകൊണ്ട് ഈ രക്തസാക്ഷി ഫണ്ടിൽ നേരത്തെ രതീഷ് ചോദിച്ചതുപോലെ തന്നെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പൊതുജനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പിരിച്ച രക്തസാക്ഷി ഫണ്ട്, ആ ഫണ്ടിൽ തട്ടിപ്പുണ്ടായി എന്ന് പറഞ്ഞത് പുറത്തു നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ഒരാൾ, ഇക്കാര്യം നേരിട്ട് ബന്ധമുള്ളയാൾ. അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് വന്ന് തന്നെ ഈ കലാപക്കൊടി ഉയർത്തിക്കൊണ്ടാണ്. ഇപ്പോഴും പാർട്ടിക്ക് പൊതുജനത്തിന് മുന്നിൽ വിശദീകരിക്കാനും കഴിയുന്നില്ല. ഈ ബാങ്ക് രേഖകൾ പുറത്തു വരുമ്പോൾ നേരത്തെയും ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം തുക വകമാറ്റൽ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ രീതി പാർട്ടിക്കുണ്ടോ? അങ്ങനെയാണോ?
ഒരിക്കലുമില്ല. അത് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമായ കാര്യമാണ്. അത്തരത്തിലൊരു പണം ഇതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഭൂമുഖത്തുണ്ടാകുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അങ്ങനെ ഒരു പാർട്ടി സംവിധാനമാണ് CPM-ന് നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയുടെ ഫണ്ട് പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ബക്കറ്റ് പിരിവിൻ്റെ കണക്കുകൾ അതാത് ദിവസം പാർട്ടി മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന പാർട്ടിയാണ് CPM. അത്രമാത്രം കൃത്യതയും കണിശതയും സുതാര്യതയുമുള്ള ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ അകത്താണ് ഈ രീതിയിൽ ഒരു രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യത്തിൽ 5 ലക്ഷം രൂപ TI മധുസൂദൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് നേരത്തെ ആരോപണമായിട്ടായിരുന്നു CPM കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ അതിൻ്റെ രേഖ കൂടി പുറത്തുവിടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് പുസ്തകത്തിൽ ഈ വിശദാംശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു കണക്കുകൾ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേജാണ്, ഈ രേഖയുടെ പേജ്, ബാങ്ക് രേഖയാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വിശ്വാസ്യത കൂടുതലുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ കൃത്രിമം നടത്തിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. ഇത് ഒരു ആരോപണം മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കൃത്യമായ വസ്തുതയാണ്, ഡോക്യുമെന്റ്. ഒരു വസ്തുത പുറത്തു വരുമ്പോൾ അതിനോട് എങ്ങനെ CPM പ്രതികരിക്കുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. CK വിജയനാണ് ആ രേഖയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.